വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ട്രഡീഷണൽ കറിയാണ്. തിരുവനന്തപുരംകാരുടെ ഏതൊരു സദ്യയ്ക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്പെഷ്യൽ കറിയാണ് വടക്കൂട്ട് കറി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ റെസിപ്പി കാണാം. ഇതിലേക്കായിട്ട് ആദ്യം വട ഉണ്ടാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരച്ചെടുക്കണം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് വട ഉണ്ടാക്കാം. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇവിടെ വടയുടെ ഷേപ്പിലല്ല, നുള്ളിയിട്ട് വേണം ഉണ്ടാക്കാൻ. ഞാനിവിടെ സ്പൂണിലാണ് കോരി ഒഴിക്കുന്നത്, കാരണം ബാറ്റർ കുറച്ച് ലൂസായിപ്പോയി. സാരമല്ല, അങ്ങനെ ലൂസായാൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് വേണം ഉണ്ടാക്കാൻ. അത് എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോഴത്തേക്കും കുറച്ച് വലിയ ഷേപ്പിലേക്കായി വരും. വടയുടെ പാകത്തിൽ തന്നെ അത് മൂക്കുമ്പോൾ വറുത്ത് കോരി എടുക്കണം. ഇത്രയും മതി വട. കുറഞ്ഞ അളവിലാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി കറി തയ്യാറാക്കാം. ഇതിലേക്കായിട്ട് ഒരു മൺചട്ടി ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൽ ചേർക്കേണ്ടത് 1/4 സ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള വഴറ്റുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നല്ല മണമൊക്കെ വരുന്നത്. സവാള വഴന്ന് നല്ല സോഫ്റ്റ് ആകുമ്പോൾ ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് 2 ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള 1 ചെറിയ സ്പൂൺ മുളക് പൊടിയും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തതാണ്. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ചെറിയൊരു സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 സ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയൊക്കെ മൂത്ത് നല്ല മണം വരുമ്പോഴത്തേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു ടൊമാറ്റോ, വളരെ ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങളാണ്. ഇതിന് പകരം മിക്സർ ജാറിൽ ഒന്ന് അടിച്ചെടുത്ത ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. തക്കാളി കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്തുടഞ്ഞ് സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ടൊമാറ്റോ കഷ്ണങ്ങൾ നല്ല വെന്തുടഞ്ഞ് മസാലയുമായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളാണ്. തീരെ വലിയ കഷ്ണങ്ങളാകാൻ പാടില്ല, ചെറുതായിരിക്കണം. എന്നാലേ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ. പൊട്ടറ്റോ കഷ്ണങ്ങൾ മസാലയിൽ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. അതാണ് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചേർക്കേണ്ടത്. ഞാനിവിടെ ഒറ്റ കട്ടിപ്പാലാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം ചേർത്തത്. ഇനി ചേർത്ത് കൊടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നല്ലപോലെ വെന്ത് പാകമാകുന്നവരെ അടച്ചു വെച്ച് വേവിക്കണം. 10-12 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ കിഴങ്ങ് നല്ലതുപോലെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം. നേരത്തെ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. പൊട്ടറ്റോ പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് താമസിച്ച് ഉപ്പ് ചേർത്തത്. ഇവിടെ നല്ലതുപോലെ വെന്ത് കുറുകി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വറുത്ത് മാറ്റി വെച്ച വടയാണ്. വട ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1ാം പാലായ കട്ടിപ്പാലാണ്. പാല് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടതുണ്ട്. തേങ്ങാപ്പാലെടുത്ത് അതേ പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടി ഇതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒന്ന് തിളച്ച് ഓഫായാലും ചട്ടിയുടെ ചൂട് കൊണ്ട് നല്ലതുപോലെ തിക്കായി വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ അടച്ചൊന്ന് വേവിക്കണം. 4 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തിളച്ച് വരുന്നതാണ്. ഇവിടെ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള കടുക് താളിക്കാം. ഇതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും 4-5 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഉണക്കമുളക് പൊട്ടിച്ചതും പിന്നെ ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ കൂട്ടുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്.
ഇത്തരം ട്രഡീഷണൽ കറികളിലൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ മസാല ചേർത്ത് കൊടുത്താൽ അതിൻ്റെ മണവും രുചിയുമൊക്കെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ തിരുവനന്തപുരം സ്റ്റൈൽ വടക്കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.